സഹകരണ മേഖലയെ തകർക്കുകയാണ് BJP ലക്ഷ്യമെന്നും അപകീർത്തിപ്പെടുത്തി നാടിനെ കൊച്ചാക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചത് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുട്ട മറുപടി നൽകിയത്. എനിക്ക് കള്ളം പറഞ്ഞ ശീലമില്ല. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്. 117 കോടി രൂപ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുത്തു. ഇനി ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കും. തട്ടിപ്പ് കണ്ടെത്തിയത് സംസ്ഥാന സഹകരണ വകുപ്പാണ്. കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചതും സംസ്ഥാനമാണ്. പ്രധാനമന്ത്രിക്ക് ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട് പറയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് വരെ എത്തി നിൽക്കുന്ന എത്ര വലിയ അഴിമതികളാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചെയ്തത്. ആ സംസ്കാരം അല്ല ഇവിടെ. CPMൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ടൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ രക്ഷപ്പെടുത്താമെന്ന് കരുതേണ്ട. ഞങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ജനം പണം നൽകും. സുരേഷ് ഗോപിയുടെ ഗ്രാഫ് നാൾക്കുനാൾ താഴുകയാണ്. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടിയുടെ സ്വത്തുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്ത് പരിഹാസ്യമായ നിലപാടാണത്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നില്ലെന്നത് ശുദ്ധ അസംബന്ധമാണ്. BJP എല്ലാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പോകും. CPM BJP ഡീലുണ്ടെന്ന കോൺഗ്രസ് ആക്ഷേപത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. 4 വോട്ടിനായി രാഷ്ട്രീയ ചെറ്റത്തരം കാട്ടുന്ന പാർട്ടിയല്ല CPM. SDPI എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണ ആദ്യം സ്വാഗതം ചെയ്ത KPCC പ്രസിഡന്റ് ഏത് സാഹചര്യത്തിലാണ് അവരെ തള്ളിപ്പറഞ്ഞതെന്നും അറിയാം. SDPIയെ പോലെ അല്ല PDP. CMRL കേസിൽ തനിക്കും മകൾക്കുമെതിരായ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് ഏത് വിവരത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി അത് പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. 2 സ്ഥാപനങ്ങൾ തമ്മിൽ അക്കൗണ്ട് മുഖേന നടന്ന ഇടപാടുകളാണ്. അതിനെയും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ്. ED ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികൾ ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം ശരിയല്ലേ? ഏത് കാര്യത്തിലാണ് തെറ്റ് കണ്ടെത്തുന്നത്? പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഈ ആക്ഷേപങ്ങളെല്ലാം പറയുന്നത് നമ്മുടെ സ്വന്തം ചെലവിലാണ്. നമ്മൾ പണം കൊടുക്കണം പ്രധാനമന്ത്രി ഇവിടെ വരുന്നതിന്, ഈ ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിന്. അദ്ദേഹം വരുന്നത് നമ്മളെ നന്നാക്കാനല്ല. ആണോ? നമ്മളെ നന്നാക്കാനല്ല. അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അതിന് നമ്മൾ കൊടുക്കണം പണം. കഴിഞ്ഞ ദിവസം 50 ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്നും അനുവദിച്ചു കഴിഞ്ഞു. 1 കോടിയാണ് ലാസ്റ്റ് വന്നതിന് ചിലവ്. വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ട് പോകുന്നത് നമ്മുടെ സർക്കാരിനെക്കുറിച്ച്.